ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഷീക്ക് കബാബ്സ് ആണ്. യൂഷ്വലി ഷീക്ക് കബാബ്സ് മട്ടണിലാണ് പ്രിപ്പയർ ചെയ്ത് കണ്ടിരിക്കുന്നത്. ഞാൻ ഇന്ന് ഗ്രൗണ്ടഡ് ചിക്കനിൽ കബാബ്സ് പ്രിപ്പയർ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ചിക്കൻ കറിക്ക് വേണ്ടി ചിക്കൻ മേടിക്കുന്ന സമയത്ത് അതിന് കുറച്ച് ബോൺലെസ് പീസസ് മാറ്റി വെച്ച് അതൊരു മിക്സർ ഗ്രൈൻഡറിൽ ഗ്രൈൻഡ് ചെയ്ത് നമുക്ക് ആ മിക്സ്ഡ് ചിക്കൻ കൊണ്ട് നമുക്ക് ഇവിടെ കബാബ്സ് പ്രിപ്പയർ ചെയ്തെടുക്കാം. വീട്ടിലൊരു ബർത്ത്ഡേ പാർട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് സ്റ്റാർട്ടറായിട്ട് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ഡെഫിനറ്റ്ലി കണ്ടു നോക്കും. ആദ്യം തന്നെ ഓണിയൻ 2 സ്മോൾ സൈസിലുള്ളത്, ഗാർലിക് 10 to 12 നമ്പർ, ജിഞ്ചർ ഒരു 1.5 ഇഞ്ച് സൈസിലുള്ളത്, അതുപോലെ തന്നെ ഗ്രീൻ ചില്ലി 2 എണ്ണം. എരിവിനനുസരിച്ച് ഇത് കുറച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതൊരു ചോപ്പറിലിട്ട് ഫൈൻലി ചോപ്പ് ചെയ്തെടുക്കുക. ഇല്ലെങ്കിൽ മിക്സിയിലിട്ട് ചോപ്പ് ചെയ്തെടുത്താലും മതിയാവും. ഫൈൻലി ചോപ്പായി എടുത്തിരിക്കണം. അതിനുശേഷം കുറച്ച് കൊറിയാൻഡർ ലീവ്സും മിൻറ്റ് ലീവ്സും അതിനോടൊപ്പം ചേർത്ത് അതും ചോപ്പ് ചെയ്തെടുക്കുക. ഞാനിവിടെ 1/2 കിലോ ഗ്രൗണ്ടഡ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ മിൻസ് ചെയ്ത ചിക്കൻ ആയിരിക്കണം. അഥവാ ബോൺലെസ് ചിക്കനാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അത് മിക്സിയിലിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താലും മതി. ഇനി നമ്മൾക്കിതിലോട്ട് നേരത്തെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ഓണിയൻ മിക്സ് ഇതിലോട്ട് ആഡ് ചെയ്യാം. അതിനുശേഷം ഒരു 3/4 to 1 ടീസ്പൂൺ ചില്ലി പൗഡർ, ഒരു 1 ടീസ്പൂൺ ഗരം മസാല, ഇത് ക്യുമിൻ പൗഡറാണ്, ജീരകത്തിൻ്റെ പൊടി, ഒരു 3/4 to 1 ടീസ്പൂൺ. ഇത് വേണമെങ്കിൽ നമുക്ക് റോസ്റ്റ് ചെയ്ത് പൊടിച്ചും ആഡ് ചെയ്യാം. ഇത് കൊറിയാൻഡർ സീഡ്സ്, നമ്മുടെ മല്ലി വറുത്ത് പൊടിച്ചതാണ്, അതൊരു 3/4 ടീസ്പൂൺ. അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സ്, അതും ഒരു 3/4 ടീസ്പൂൺ. ഇത് എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഒരു നാരങ്ങയുടെ നീര് നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം. ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഏത് കുക്കിംഗ് ഓയിലായാലും മതിയാവും. നമ്മൾക്കിനി ഇതെല്ലാവരും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഒരു 4 to 5 മിനിറ്റ്സ് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് നീഡ് ചെയ്യാം. അതിനുശേഷം നമുക്കിതൊരു 1 to 2 hours ഇത് റെഫ്രിജറേറ്റ് ചെയ്ത് വെക്കണം. മിനിമം ഒരു 1 hour എങ്കിലും നമുക്കിത് വെച്ചിരിക്കണം. ഇത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മസാലാസ് കുറച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഇതൊരു 1 to 2 hours നമുക്കിത് ഫ്രിഡ്ജിൽ വയ്ക്കാം. നെക്സ്റ്റ് നമുക്ക് ഷീക്ക് പ്രിപ്പയർ ചെയ്യണം. സോ അതിന് വേണ്ടി ഇവിടെ സ്ക്യൂവേഴ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു 4 സ്ക്യൂവേഴ്സ് ഒരു ത്രെഡ് കൊണ്ട് നല്ലതുപോലെ ടൈ ചെയ്ത് വെക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതിനുശേഷം അതൊരു അലുമിനിയം ഫോയിൽ പേപ്പറിൽ റോൾ ചെയ്തെടുക്കുക. അതിനുശേഷം എക്സ്ട്രാ വരുന്ന ആ ടോപ്പിലുള്ള പാർട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ആ ഒരു എഡ്ജ് പോയിൻറ്റഡ് ആക്കി വെക്കുക. അപ്പോൾ റെഫ്രിജറേറ്റ് ചെയ്ത് ആൾമോസ്റ്റ് 2 hours ആയി. ഇനി നമുക്ക് കബാബ്സ് പ്രിപ്പയർ ചെയ്യാം. അതിനുവേണ്ടി മിക്സ്ചറിൽ നിന്ന് ഒരു മീഡിയം സൈസ് ബോൾ ഉണ്ടാക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച സ്ക്യൂവേഴ്സിലോട്ട് ഇതുപോലെ ജെന്റ്ലി നമുക്കിത് പ്രസ് ചെയ്ത് കൊടുക്കാം. തിക്കാവരുത്, കുറച്ച് തിന്നായിട്ട് നമുക്കിത് പ്രസ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് പതുക്കെ സ്ക്യൂവേഴ്സ് അതിൽ നിന്ന് നമുക്കിത് റിമൂവ് ചെയ്ത് മാറ്റാം. ഇതുപോലെ ബാക്കി കബാബ്സ് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ യൂസ് ചെയ്തിരിക്കുന്ന സെയിം സ്ക്യൂവറിൽ തന്നെ നമുക്ക് കബാബ്സ് പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതാണ്. ഒരു 1/2 kg ഗ്രൗണ്ടഡ് ചിക്കൻ കൊണ്ട് ഏകദേശം ഒരു 13 to 15 കബാബ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കബാബ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് കൂടുതൽ തിക്കാവരുത്. തിക്കാവുമ്പോൾ കുക്കിംഗ് ടൈമും അതനുസരിച്ച് കൂടും. ആ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ കബാബ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കൈ ഒന്ന് വെള്ളത്തിൽ നനച്ചതിന് ശേഷം ഇതുപോലെ ജെന്റ്ലി പ്രസ് ചെയ്ത് എടുക്കുവാണെങ്കിൽ അത് ഈസിലി നമുക്ക് ആ ഷേപ്പിൽ അത് ഫോം ചെയ്ത് കിട്ടും. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. സോ നമുക്കിനി ഷീക്ക് കബാബ്സ് ഗ്രിൽ ചെയ്തെടുക്കാം. സോ അതിന് വേണ്ടി ഒരു ഗ്രിൽ പാൻ അല്ലെങ്കിൽ ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കുക. നല്ലതുപോലെ ചൂടായതിനു ശേഷം കുക്കിംഗ് ഓയിൽ ആഡ് ചെയ്യാം. ഏത് ഓയിൽ വേണമെങ്കിലും നമുക്കിവിടെ യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന കബാബ്സ് ഗ്രില്ല് ചെയ്യാൻ വയ്ക്കുക. എല്ലാ സൈഡ്സും നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം.
ഒരു മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു 8 to 10 മിനിറ്റ്സിൽ നമുക്കിത് ഗ്രില്ല് ചെയ്ത് കിട്ടും. ഇതുപോലെ എല്ലാ കബാബ്സും നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ സേഫ്. ലവ് യു ആൾ.